ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോയിൻറ്റ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ പോർഷനാണ്. ഈ ജോയിൻറ്റ് പ്രോഡക്ട്സ് എന്ന പോർഷൻ യഥാർത്ഥത്തിൽ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മെത്തഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈഡ് ഇൻ ദോസ് ഇൻഡസ്ട്രീസ് where products have to pass through various well-defined stages of production before they become fully finished product. അതായത് ഫിനിഷ് പ്രോഡക്റ്റ് ആവുന്നതിന് മുന്നേ ഈ പ്രോഡക്റ്റ് പല പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലേ അത് ഫിനിഷ് പ്രോഡക്റ്റ് ആവുള്ളൂ. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസാണ് ഏത് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്? പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് അപ്ലൈ ചെയ്ത് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 3 പ്രോസസ്സ് ഉണ്ടെന്ന് വെച്ചോ. അതായത് നമ്മൾ റോ മെറ്റീരിയൽ ഫസ്റ്റ് പ്രോസസ്സിൽ ഇൻപുട്ട് ചെയ്യുമ്പം ആ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു, പിന്നീട് വീണ്ടും കുറച്ചും കൂടെ മോഡിഫിക്കേഷൻ സെക്കൻഡ് പ്രോസസ്സിൽ വരുത്തും, പിന്നീട് തേർഡ് പ്രോസസ്സിൽ ഇത് ഫൈനൽ പ്രോഡക്റ്റായി നമ്മുടെ കയ്യിൽ എത്തിച്ചേരും. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ട് കോസ്റ്റ് കണ്ടെത്തുന്നത്. അതായത് ഓരോ പ്രോസസ്സിലെയും കോസ്റ്റ് സെപ്പറേറ്റ് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഫൈനലി ഈ 3 പ്രോസസ്സിൻ്റെയും കൂടെ കോസ്റ്റ് ആയിരിക്കും അതിൻ്റെ ടോട്ടൽ കോസ്റ്റ്. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസാണ് പ്രോസസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. എന്താണ് ഈ ജോയിൻറ്റ് പ്രോഡക്റ്റും പ്രോസസ് കോസ്റ്റിങ്ങിലും തമ്മിലുള്ള റിലേഷൻ? അതായത് പ്രോസസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്ന ഇൻഡസ്ട്രീസിലാണ് സാധാരണ ജോയിൻറ്റ് പ്രോഡക്ട്സ് കണ്ടുവരാറുള്ളത്. ജോയിൻറ്റ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ബേസിക് റോ മെറ്റീരിയൽ വെച്ചുകൊണ്ട് ആ റോ മെറ്റീരിയലിൽ നമുക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നിൽ കൂടുതൽ പ്രോഡക്ട്സ് സൈമിൾട്ടേനിയസ്ലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോഡക്ട്സിനെയാണ് ജോയിൻറ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അതായത് നോക്കാം എന്താണ് ജോയിൻറ്റ് പ്രോഡക്റ്റ് എന്ന്. Joint product represents 2 or more products of almost equal importance which are produced simultaneously from the same raw material. റോ മെറ്റീരിയൽ സെയിം ആയിരിക്കും. നമ്മൾ ആദ്യമായിട്ടൊരു ബേസിക് റോ മെറ്റീരിയൽ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്നും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നിൽ കൂടുതൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോഡക്ട്സിനെ ആ ഓരോ പ്രോഡക്ട്സിനെയും നമ്മൾ ജോയിൻറ്റ് പ്രോഡക്ട്സ് എന്ന് പറയാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ജോയിൻറ്റ് പ്രോഡക്ട്സ് കണ്ടുവരാറുള്ളത് ഓയിൽ റിഫൈനിങ്ങിലാണ്. അതായത് ക്രൂഡ് ഓയിൽ റിഫൈനിങ് ഇൻഡസ്ട്രീസിൽ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന ബേസിക് റോ മെറ്റീരിയൽ നിന്ന് നമുക്ക് ഗ്യാസ്ലിൻ, പെട്രോൾ, ഡീസൽ, ദെൻ പാരഫിൻ വാക്സ്, കോൾട്ട, കെറോസിൻ ഇതുപോലുള്ള ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3-4 പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടും. ഈ ഓരോ പ്രോഡക്റ്റിനും നമ്മൾ ജോയിൻറ്റ് പ്രോഡക്ട്സ് എന്നാണ് പറയുന്നത്. പിന്നീടൊരു എക്സാമ്പിൾ ഫ്ലോറിൽ നിന്നും എന്തൊക്കെ നമുക്ക് കിട്ടും? നമ്മൾ കാണാറുണ്ടല്ലോ ആട്ട, മൈദ അങ്ങനെയൊക്കെ തന്നെ വൈറ്റ് ഫ്ലോർ, ദെൻ ബ്രൗൺ ഫ്ലോർ, ആനിമൽ ഫുഡിങ് സ്റ്റഫ് അതുപോലെ കിട്ടും. പിന്നെ ഡയറി ഇൻഡസ്ട്രീസിൽ നിന്ന് മിൽക്ക്, ബട്ടർ, ക്രീം. അപ്പോൾ ഇത് ഒരു സെയിം റോ മെറ്റീരിയലിൽ നിന്നും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നിൽ കൂടുതൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടും. ഇതിനെല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഒന്നൊന്നിനേക്കാൾ മെച്ചം എന്ന് പറയാൻ പറ്റില്ല. എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസും ഈക്വൽ വാല്യൂ ആണ്. അപ്പോൾ എന്താണ് ജോയിൻറ്റ് പ്രോഡക്ട്സ് എന്ന് പഠിച്ചു വെച്ചേക്കുക, ചോദിക്കാറുണ്ട് എക്സാമിന്. പിന്നീട് എക്സാമ്പിൾസും, അതായത് ഓയിൽ റിഫൈനിങ് വരുവാണെന്നുണ്ടെങ്കിൽ ക്രൂഡ് ഓയിൽ റിഫൈനിങ്ങിൽ ഗ്യാസലിൻ, പെട്രോൾ, കെറോസിൻ ഇതൊക്കെയാണ് എക്സാമ്പിളിന്. പിന്നീട് ഇതിൻ്റെ പ്രത്യേകതകളും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കണം. അതായത് ഈ മീനിങ് പറഞ്ഞ സമയത്ത് ഒരുവിധം എല്ലാ പ്രത്യേകതകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ എങ്കിലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യത്തെ എന്ന് പറയുന്നത് സെയിം റോ മെറ്റീരിയലിൽ നിന്നാണ് ഈ ജോയിൻറ്റ് പ്രോഡക്ട്സ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. പിന്നീടൊരു പ്രത്യേകത എന്ന് പറയുന്നത് സൈമിൾട്ടേനിയസ് പ്രൊഡക്ഷനാണ്. അതായത് ഈ എല്ലാ പ്രോഡക്ട്സും ഈ ജോയിൻറ്റ് പ്രോഡക്ട്സ് എല്ലാം ഒരുമിച്ചാണ് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്നത്. പിന്നെ ഓരോ പ്രോഡക്ട്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഒന്നിനേക്കാൾ മെച്ചം എന്ന് പറയാൻ പറ്റില്ല. പിന്നീട് ഈ ഓരോ പ്രോഡക്ട്സും അതായത് പിന്നീട് ഇത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇത് വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? ഫർദർ പ്രോസസ്സിങ്ങിലൂടെ ഇതിനെ നമുക്ക് ഫുള്ളി ഫിനിഷ്ഡ് ആക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് ജോയിൻറ്റ് പ്രോഡക്ട്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ജോയിൻറ്റ് പ്രോഡക്റ്റിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ജോയിൻറ്റ് പ്രോഡക്റ്റിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 3 പോയിൻറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ ഇസ് വാട്ട് ഇസ് സ്പ്ലിറ്റ് ഓഫ് പോയിൻറ്റ്, ദെൻ joint cost, then what is subsequent cost or further processing cost. ഈ 3 കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് പ്രോഡക്റ്റ് അക്കൗണ്ടിങ് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ സ്പ്ലിറ്റ് ഓഫ് പോയിൻറ്റ്, എന്താണ് ജോയിൻറ്റ് കോസ്റ്റ്, എന്താണ് സബ്സിക്വൻറ്റ് കോസ്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഫർദർ പ്രോസസ്സിങ് കോസ്റ്റ്. ഇതൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ലെറ്റ്സ് സീ ദാറ്റ് എക്സാമ്പിൾ. ഇവിടെ ഞാൻ ഒരു റോ മെറ്റീരിയൽ പറയുന്നുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റോ മെറ്റീരിയൽ ക്രൂഡ് ഓയിലാണ്. അതായത് ക്രൂഡ് ഓയിലാണ് നമ്മുടെ ബേസിക് റോ മെറ്റീരിയൽ. ആ ക്രൂഡ് ഓയിലിൽ നിന്നും ബേസിക് റോ മെറ്റീരിയലിൽ നിന്നും നമ്മൾ 3 പ്രോഡക്ട്സാണ് ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത്. വൺ ഇസ് പെട്രോൾ, ദെൻ ഡീസൽ ആൻഡ് കെറോസിൻ.
അപ്പോൾ ഇത് മൂന്നും ജോയിൻറ്റ് പ്രോഡക്ട്സ് ആണ്. എന്തിൽ നിന്നുള്ള? ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞ ബേസിക് റോ മെറ്റീരിയൽ നിന്നുള്ള. അപ്പോൾ ആദ്യം നമ്മൾ ക്രൂഡ് ഓയിലിനെ ആദ്യത്തെ പ്രോസസ്സ് പിന്നീട് വീണ്ടും പ്രോസസ്സിങ് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സിൽ നമ്മൾ ക്രൂഡ് ഓയിലിനെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. ആ പ്രോസസ്സിൽ നമുക്കെല്ലാം കൂടെ 1,00,000 രൂപ കോസ്റ്റായെന്ന് വെച്ചോ. അതായത് ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞ മെറ്റീരിയലിനെ ഇൻപുട്ട് ചെയ്യുന്ന പ്രോസസ്സിന് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കും 1,00,000 രൂപയായി. ഓക്കെ, സോ ഇറ്റ് ഈസ് നോൺ ആസ് ജോയിൻറ്റ് കോസ്റ്റ്. കാരണം ആ പോയിന്റിൽ ഇതൊന്നും സെപ്പറേറ്റ് ആയില്ലല്ലോ. ഫസ്റ്റ് ക്രൂഡ് ഓയിലല്ലേ, ആ സമയത്ത് ഇത് പെട്രോളിന് ഡീസലിന് ഒന്നും പറയാൻ പറ്റില്ല, ക്രൂഡ് ഓയിലിനെ പറയാൻ പറ്റും. ആ പ്രോസസ്സിങ്ങിൽ നമുക്ക് 1,00,000 രൂപയായി. ഫോർ എക്സാമ്പിൾ, ഈ പ്രോസസ്സ് കഴിഞ്ഞതോടുകൂടി, അതായത് ഒരു പ്രോസസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പ്രോഡക്ട്സ് കിട്ടി. ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന 3 പ്രോഡക്ട്സ് കിട്ടി. 1 ഇസ് പെട്രോൾ, ഡീസൽ, ദെൻ കെറോസിൻ. അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ആയി. പെട്രോളിന് പെട്രോൾ എന്നുള്ള ഐഡൻറ്റിറ്റി കിട്ടി, ഡീസലിന് ഡീസൽ എന്നുള്ള ഐഡൻറ്റിറ്റി, കെറോസിൻ. അപ്പോൾ ഒറ്റയടിക്കത് പെട്രോൾ എന്നുള്ള സെയിലബിൾ കണ്ടീഷനിലുള്ള പെട്രോൾ ആവണമെന്നില്ല. വീണ്ടും നമ്മളതിനെ ഫർദർ പ്രോസസ്സിങ്ങിലൂടെ റിഫൈൻ ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെ വീണ്ടും പ്രോസസ്സിങ് ഉണ്ടായിരുന്നു. പെട്രോളിന് പല പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോയതിന് ടോട്ടൽ 2,00,000 റുപ്പീസായി. അത് പെട്രോളിന് ആ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് കഴിഞ്ഞു. ഒരു പോയിന്റേ ഉണ്ടായിരുന്നുള്ളൂ. ആ പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രോസസ് 1 കഴിഞ്ഞപ്പോൾ ഇതെല്ലാം സ്പ്ലിറ്റായി. ഇപ്പോൾ എല്ലാ മാനുഫാക്ചറിങ് കേസസിലും ആദ്യത്തെ പ്രോസസ്സിലൂടെ നമുക്ക് സ്പ്ലിറ്റായി കിട്ടണമെന്നില്ല. ചിലപ്പോൾ 2 പ്രോസസ്സ് 3 പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ ജോയിൻറ്റ് പ്രോഡക്റ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്നത്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളിൽ ആദ്യത്തെ പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടി. പെട്രോൾ, ഡീസൽ. വീണ്ടും ഇവരെ ഫർദർ പ്രോസസ്സിങ് നടത്തേണ്ടി വരും. അങ്ങനെ പെട്രോളിന് ഫർദർ പ്രോസസ്സിങ് കോസ്റ്റ് എല്ലാം കൂടെ 2,00,000 റുപ്പീസായി. ഡീസലിന് ഫർദർ പ്രോസസ്സിങ് കോസ്റ്റ് എല്ലാം കൂടെ 2,50,000 ആയി. കെറോസിന് 1,25,000 റുപ്പീസും ആയി. ഇനിയിപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന പെട്രോളിന് ടോട്ടൽ എത്ര കോസ്റ്റായി, ഇത്ര ലിറ്റേഴ്സ് ഓഫ് പെട്രോൾ മാനുഫാക്ചർ ചെയ്ത് കിട്ടിക്കാണും. ആ പെട്രോളിന് എത്ര രൂപ കോസ്റ്റായെന്ന് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറയുന്നു. നമുക്ക് പറയാമോ പെട്രോളിനെല്ലാം കൂടെ 2,00,000 രൂപയാണെന്ന്? പറ്റില്ല. കാരണം ഇത് സബ്സിക്വൻറ്റ് കോസ്റ്റാണ്. അത് സ്പ്ലിറ്റ് ഓഫ് പോയിൻ്റ് കഴിഞ്ഞ് ഉണ്ടായ കോസ്റ്റാണ് 2,00,000 എന്ന് പറയുന്നത്. ഇതിന് മുന്നേ സ്പ്ലിറ്റ് ഓഫ് പോയിന്റിന് മുന്നേ കുറച്ച് കോസ്റ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ. അതായത് ക്രൂഡ് ഓയിൽ ഫോമിലായിരുന്ന സമയത്ത് ഒരു പ്രോസസ്സിങ് നടന്നിട്ടുണ്ടായിരുന്നു. ആ പ്രോസസ്സിങ്ങിനെല്ലാം കൂടെ 1,00,000 രൂപ ജോയിൻറ്റ് കോസ്റ്റ്, 3 പേരും കൂടെ ബെയർ ചെയ്യേണ്ട കോസ്റ്റാണ്. അപ്പോൾ ഈ 1,00,000-ൻ്റെ ഒരു പോർഷൻ ആര് ബെയർ ചെയ്യേണ്ടി വരും? പെട്രോൾ ബെയർ ചെയ്യേണ്ടി വരും. ആ പോർഷൻ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് പെട്രോളിൻ്റെ ടോട്ടൽ കോസ്റ്റിൽ അറൈവ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതാണ് ഈ പോർഷനിൽ പഠിക്കാൻ പോകുന്നത്. ഹൗ ടു അപ്പോർഷൻ ദിസ് ജോയിൻറ്റ് കോസ്റ്റ് ബിറ്റ്വീൻ ഈച്ച് ഓഫ് ദി പ്രോഡക്റ്റ്. അത് ഈ 1,00,000 റുപ്പി എന്ന് പറയുന്ന ജോയിൻറ്റ് കോസ്റ്റ് 3 പ്രോഡക്റ്റിനും കൂടി ഇൻകർ ചെയ്തതാണ്. അത് നമ്മൾ ഓരോ പ്രോഡക്റ്റിനും അസൈൻ ചെയ്ത് കൊടുക്കണം കുറച്ച് പോർഷൻ വെച്ച്. അത് എത്ര അസൈൻ ചെയ്യുന്നുള്ളതാണ് പ്രോബ്ലം. ഈ 1,00,000 ഇനി ഈക്വൽ ആയിട്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത്, അതോ ഏതെങ്കിലും റേഷ്യോയിലാണോ, 2:1 റേഷ്യോ ആണോ, അങ്ങനെ എന്തെങ്കിലും ഒരു റേഷ്യോയിലാണോ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നൊക്കെ പഠിക്കുന്നതാണ് അക്കൗണ്ടിങ് ഓഫ് ജോയിൻറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓർത്തിരിക്കണം, ഒരു പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റിനകത്ത് എന്തൊക്കെയുണ്ട്? സബ്സിക്വൻറ്റ് കോസ്റ്റും ഉണ്ട്, പിന്നീട് എന്തുകൊണ്ട്? ജോയിൻറ്റ് കോസ്റ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഓരോന്നിൻ്റെയും ജോയിൻറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കണം. 1,00,000 എത്ര പോർഷനാണ് പെട്രോൾ ബെയർ ചെയ്യേണ്ടത്, 1,00,000 എത്ര പോർഷനാണ് ഡീസൽ ബെയർ ചെയ്യേണ്ടത്, 1,00,000 എത്ര പോർഷനാണ് കെറോസിൻ ബെയർ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കും? ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും റേഷ്യോയിലാണോ ഇതിനെ ഷെയർ ചെയ്യേണ്ടത് ഈ 1,00,000-നെ? അതിന് കുറേ മെത്തേഡ്സ് ഉണ്ട്, അത് കാണാം നമുക്ക്. ഞാൻ ഇപ്പോൾ തന്ന എക്സാമ്പിളിൽ 1,00,000 റുപ്പീസ് എന്ന് പറയുന്ന ജോയിൻറ്റ് കോസ്റ്റ് ഷെയർ ചെയ്യാനുള്ള മെത്തേഡ്സാണ്. ഒന്നീ ഫിസിക്കൽ യൂണിറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ്, അല്ലാന്നുണ്ടെങ്കിൽ സർവേ മെത്തേഡ്, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ മാർജിൻ മെത്തേഡ്, ദെൻ മാർക്കറ്റ് വാല്യൂ അറ്റ് സെപ്പറേഷൻ പോയിൻറ്റ് മെത്തേഡ്, ദെൻ മാർക്കറ്റ് വാല്യൂ ആഫ്റ്റർ further processing method is there, then net realizable value method is there, reverse cost method is there. അങ്ങനെ ടോട്ടൽ 8 മെത്തേഡ്സ് ആണ് നിങ്ങളുടെ സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതിൽ ഓരോ ഇൻഡസ്ട്രീസും അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ചൂസ് ചെയ്യാം ജോയിൻറ്റ് കോസ്റ്റിനെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കാൻ ഓരോ പ്രോഡക്ട്സിനും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഡിസ്കസ് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജോയിൻറ്റ് കോസ്റ്റിനെ കുറിച്ച്. എന്താണ് ജോയിൻറ്റ് കോസ്റ്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. ജോയിൻറ്റ് കോസ്റ്റ് ഏതിനാണ്? ജോയിൻറ്റ് പ്രോഡക്ട്സിനാണ് ഉണ്ടാകുന്നത്. ഈ ജോയിൻറ്റ് പ്രോഡക്ട്സ് എന്താണ്, എക്സാമ്പിൾസ് എന്താണ് ജോയിൻറ്റ് പ്രോഡക്ട്സിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ. ഒരു ജോയിൻറ്റ് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതായിരിക്കും? ഇറ്റ്സ് ടോട്ടൽ കോസ്റ്റ് വിൽ ബി സബ്സിക്വൻറ്റ് എക്സ്പെൻസസ് പ്ലസ്
ജോയിൻറ്റ് കോസ്റ്റ്. സബ്സിക്വൻറ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്പ്ലിറ്റ് ഓഫ് കഴിഞ്ഞ് ഇത് സെപ്പറേറ്റ് ആയി കഴിഞ്ഞുണ്ടാകുന്ന എക്സ്പെൻസുകളെയാണ് സബ്സിക്വൻറ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഇത് സ്പ്ലിറ്റ് ആവുന്നതിന് മുന്നേ ഉണ്ടാകുന്ന എക്സ്പെൻസുകളെയാണ് ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഒരു മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക് യു.